എല്ലാവർക്കും നമസ്കാരം. സിനർജി ക്രിയേഷന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മെയിൻ ബസ് റൂട്ടിനോട് ചേർന്ന് അധികം ബഡ്ജറ്റ് അല്ലാത്ത നിരവധി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായ ഒരു വീടും സ്ഥലത്തിന്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ്. മെയിൻ ബസ് റൂട്ടിലേക്ക് നല്ല രീതിയിൽ ഫ്രണ്ടേജ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ പോക്കറ്റ്, ഇതിന്റെ സൈഡ് ഭാഗം പോക്കറ്റ് ടാറിംഗ് റോഡിലേക്ക് ഫ്രണ്ടേജ് ആയത്, അത്തരത്തിൽ രണ്ട് ടാറിംഗ് റോഡിലേക്ക് ഫേസ് ആയിട്ടുള്ള രീതിയിലുള്ള ആവശ്യമാണെങ്കിൽ വീട് താമസിക്കുന്നതിന് അനുയോജ്യമാണ്, അതല്ലെങ്കിൽ കമേഴ്സ്യൽ പർപ്പസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അനുയോജ്യമാണ്, അതല്ലെങ്കിൽ മുകൾ ഭാഗത്ത് താഴത്തും മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് വാടകയ്ക്ക് കൊടുക്കുന്നതിന് അനുയോജ്യമാണ്, അതല്ലെങ്കിൽ താമസിച്ചുകൊണ്ട് തന്നെ സൈഡ് ഭാഗത്തുള്ള സ്ഥലത്തിൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഷോപ്പും കാര്യങ്ങളും ചെയ്യുന്നതിനൊക്കെ അനുകൂലമായ നിരവധി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായ, നിങ്ങൾ ഈ വീഡിയോ കണ്ടാലാണ് നിങ്ങൾക്ക് ഇതിന്റെ പൂർണ്ണമായ വിവരം കാര്യങ്ങളും കിട്ടുകയുള്ളൂ. 5.4 സെന്റ് സ്ഥലത്തിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്ക്വയർ സ്ഥലത്തിൽ വീട് നിന്ന് കഴിഞ്ഞാൽ മെയിൻ ബസ് റൂട്ടിലേക്ക് ഒരു വാല് പോലെ നല്ല രീതിയിൽ ഫ്രണ്ടേജ് ആയിട്ടുള്ള, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ഷോപ്പ് കാര്യങ്ങളൊക്കെ ടെമ്പററി ആയിട്ട് ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടും സ്ഥലത്തിന്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, 2 നിലയിലാണ് ഈ വീടുള്ളത്. അതുകൊണ്ട് തന്നെ താഴത്തെ ഫ്ലോറ് വേണമെങ്കിൽ, ആവശ്യമാണെങ്കിൽ 2 ഷട്ടറുള്ള കട റൂം ഷോപ്പും കാര്യങ്ങളൊക്കെ ആക്കിക്കൊണ്ട് മുകൾ ഭാഗത്ത് താമസിക്കാനും അനുയോജ്യമായ തരത്തിലുള്ള ഒരു വീടും സ്ഥലവുമാണ്. അതുപോലെ തന്നെ നിലവിൽ ഈ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. താഴത്തെ ഭാഗത്ത് ഒരു കൂട്ടരും മുകൾ ഭാഗത്ത് മറ്റൊരു കൂട്ടരും, അതുപോലെ തന്നെ ബാക്ക് സൈഡിലായിട്ട് ഒരു റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. ആ പോർഷൻ മാത്രമാണ് നിലവിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. ഇതുപോലെയുള്ള ഓണർമാരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള നിരവധി വീഡിയോകൾ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ ബഡ്ജറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി 2 മണിക്ക് നമ്മൾ നമ്മുടെ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക. ഈ വീടും സ്ഥലത്തിന്റെയും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് സഹിതം അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മൾ പൂർണ്ണമായി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമുള്ളവർ മാത്രം സ്ക്രീനിൽ കാണുന്ന ഡയറക്റ്റ് നിങ്ങൾക്ക് ഓണറെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ ഓണറുടെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഓണറെ കോണ്ടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ മെയിൻ ബസ് റൂട്ടിനോട് ചേർന്ന് ഇത്തരത്തിൽ വീടും സ്ഥലവും ഒക്കെ എൻക്വയറി ഉള്ള മീഡിയേറ്റേഴ്സിനും ഓണറെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. കമ്മീഷൻ കാര്യങ്ങളൊക്കെ തരുന്നതിന് ഓണർ വില്ലിംഗ് ആണ്. ആവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറെ കോണ്ടാക്ട് ചെയ്യുക. ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇരിഞ്ഞാലക്കുട മാള ചാലക്കുടി മെയിൻ ബസ് റൂട്ടിനോട് ചേർന്ന് കൊറ്റനല്ലൂർ കുറുപ്പമ്പടി ബസ് സ്റ്റോപ്പിനോട് ചേർന്നാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത്. മെയിൻ ബസ് റൂട്ട് നേരെ മുൻപിൽ, അതുപോലെ തന്നെ മെയിൻ ബസ് സ്റ്റോപ്പും ഇതിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ടുള്ള കൊറ്റനല്ലൂർ കുറുപ്പമ്പടി ഭാഗത്ത് മെയിൻ ബസ് റൂട്ട് ഇരിഞ്ഞാലക്കുട മാള ചാലക്കുടി മെയിൻ ബസ് റൂട്ടിനോട് ചേർന്നാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ഞാൻ മുൻപേ പറഞ്ഞ പർപ്പസുകൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഈ വീടും സ്ഥലവും 5.4 സെന്റ് സ്ഥലത്തിലാണ് ഈ വീട് ഉള്ളത്. അതുപോലെ തന്നെ 1020 സ്ക്വയർ ഫീറ്റിൽ 2 നില വീടാണ്. മൊത്തത്തിലാണെങ്കിൽ 4 ബെഡ്റൂം ഉണ്ട്. അതിൽ 2 അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. താഴത്തെ ഭാഗത്താണെങ്കിൽ ഒരു സിറ്റ് ഔട്ട്, ഒരു ഹാള്, ഒരു ബെഡ്റൂം, ആ ബെഡ്റൂം അറ്റാച്ച്ഡ്, ഒരു കിച്ചൺ. മുകൾ ഭാഗത്താണെങ്കിൽ 2 ബെഡ്റൂം, ഒരു ബാൽക്കണി പോലെ ഒരു സംവിധാനം, അതുപോലെ തന്നെ ഈ 2 ബെഡ്റൂമുകൾക്ക് വേണ്ടി കൂടി ഒരു കോമൺ ബാത്റൂം, അതുപോലെ ഒരു കിച്ചൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ ബാക്ക് സൈഡിലായിട്ട് ഒരു ബെഡ്റൂമും ആ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടുള്ള മറ്റൊരു ഭാഗം കൂടി ഉണ്ട്. ഈ 3 പോർഷനും നിലവിൽ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. താഴത്തെ പോർഷനിൽ ഏകദേശം 7000 രൂപ നിലവിൽ വാടകയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്.
മുകൾ ഭാഗത്ത് 6000 രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഒറ്റ റൂമായിട്ടുള്ള അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടുള്ള അതിന് 3000 രൂപയ്ക്കാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ അത് ഒഴിഞ്ഞു കിടക്കുകയാണ്. വീടിന്റെ അപ്സ്റ്റെയറിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ കോണിയും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഏകദേശം 16,000 രൂപ നിലവിൽ വാടക കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വീടും സ്ഥലവുമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായ ഈ വീടും സ്ഥലത്തിനും കൂടി ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 42 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ലോൺ ഫെസിലിറ്റി എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ കെട്ടിടത്തിലേക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുന്ന രീതിയിൽ സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന രീതിയിലുള്ള ബോർവെല് കാര്യങ്ങളൊക്കെ നിലവിൽ ഈ സ്ഥലത്തിലുണ്ട്. അതുപോലെ തന്നെ ഈ വീടിന്റെ പഴക്കം എന്ന് പറയുന്നത് വെറും 4 കൊല്ലത്തെ പഴക്കം മാത്രമാണ് ഉള്ളത്. 5.4 സെന്റ് സ്ഥലത്തിൽ 1020 സ്ക്വയർ ഫീറ്റിൽ മെയിൻ ബസ് റൂട്ട്, മെയിൻ ബസ് സ്റ്റോപ്പ് ഒക്കെ അടുത്തായിട്ടുള്ള ഈ സ്ഥലത്തിനാണ്, ഈ വീട് സ്ഥലത്തിനാണ് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് 42 ലക്ഷം രൂപ. ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിൾ ആണ്. ഇവിടെ നിന്നും ഈ ബസ് റൂട്ട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഇരിഞ്ഞാലക്കുട, ചാലക്കുടി, മാള, അതുപോലെ തന്നെ കൊടകര ഭാഗത്തേക്ക് പോകുന്ന മെയിൻ ബസ് റൂട്ട് ആണ്. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്ക്, ഇരിഞ്ഞാലക്കുട ടൗണിലേക്ക് ഏകദേശം 7 കിലോമീറ്റർ, വെള്ളാങ്കല്ലൂര് സെന്ററിലേക്ക് ഏകദേശം 3 കിലോമീറ്റർ, അതുപോലെ തന്നെ കൊമ്പിടി സെന്ററിലേക്ക് ഏകദേശം 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഓട്ടോറിക്ഷ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നും പോകുന്ന വഴി പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, അതുപോലെയുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളും കാര്യങ്ങളിലേക്കൊക്കെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ യാത്രാ സംവിധാനങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ്, വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഉള്ളത്. അടുത്ത് തന്നെയായിട്ട് കുറച്ച് നീങ്ങിയിട്ട് അയ്യപ്പൻകാവ് അമ്പലമുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആരാധനാലയങ്ങൾക്കും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത്. മെയിനായിട്ട് മെയിൻ ബസ് റൂട്ടിനോടൊക്കെ ചേർന്നിട്ട്. അതുപോലെ തന്നെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ ഗവൺമെന്റ് ആരോഗ്യ കേന്ദ്രം കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ സംവിധാനം കാര്യങ്ങളൊക്കെ തന്നെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലുള്ള ഒരു വീടും സ്ഥലവുമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ഞാൻ മുൻപേ പറഞ്ഞ എല്ലാ രീതികളും തന്നെ കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായ ഒരു വീടും സ്ഥലവുമാണ്. സൈഡ് ഭാഗത്ത് മെയിൻ ബസ് റൂട്ടിനോടൊക്കെ ചേർന്ന് ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെ നടത്തുവാൻ അനുയോജ്യമായ ആ വാല് പോലെയുള്ള ഭാഗത്ത് അത്തരത്തിൽ അനുയോജ്യമായ ഒരു വീടും സ്ഥലവുമാണ്. എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് എത്ത് ബാങ്കിൽ നിന്നായാലും നമ്മൾക്ക് ലോൺ സൗകര്യം ഏർപ്പാടാക്കി തരുവാൻ സാധിക്കുന്നതുമായ ഒരു വീടും സ്ഥലവുമാണ്. ഈ വീടും സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വീഡിയോ പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമുള്ളവർക്ക് കമ്മീഷൻ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ്